ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ മിറർ കേക്കാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവും. കാണാനും ഭംഗിയാണ്, അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. എന്തൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ ചേർക്കാം. കളർഫുൾ ആകും തോറും ഭംഗിയും കൂടും. കിവി കട്ട് ചെയ്യാം. വട്ടത്തിൽ കട്ട് ചെയ്ത് ഇതേപോലെ 4 ആക്കി അരിയുക. അതിനുശേഷം സ്ട്രോബെറി എടുത്ത് ഇതേപോലെ കട്ട് ചെയ്യുക. ഇനി കറുത്ത സീഡ്ലെസ് മുന്തിരി 2 ആക്കി മുറിക്കുക. സീഡ്ലെസ് അല്ലെങ്കിൽ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഇത്രയും ഫ്രൂട്ട്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സ്ട്രോബെറി, പച്ചമുന്തിരി സീഡ്ലെസ് 2 ആക്കി മുറിച്ചത്, ഓറഞ്ച് ഓരോ അല്ലിയുടെ തൊലിയും കുരുവും കളഞ്ഞ് 2 ആക്കി മുറിച്ചത്, കറുത്ത മുന്തിരി കട്ട് ചെയ്തത്, ആപ്പിൾ ഈ ഷേപ്പിൽ കനം കുറച്ച് കട്ട് ചെയ്തത്, കിവി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മാതളം. ഇത് 15 ഗ്രാം ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുതിരാൻ വെച്ച ചൈന ഗ്രാസ് ചേർത്ത് ഇളക്കുക. 2 ലെയറായിട്ടാണ് നമ്മൾ കേക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചൈന ഗ്രാസ് എടുത്തത്. ചൈന ഗ്രാസ് അലിഞ്ഞു വരുന്ന സമയം കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേ സമയം ഇടയ്ക്ക് ചൈന ഗ്രാസും നോക്കി അലിഞ്ഞു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ കുറച്ച് ഗ്യാപ്പിട്ട് സ്ട്രോബെറി വെച്ചാൽ സെറ്റായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ചൈന ഗ്രാസ് അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുക. ചില ഫ്രൂട്ട്സിനൊക്കെ പുളി ഉണ്ടാകും, അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര ഇട്ടത്. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിലേക്ക് ചൈന ഗ്രാസ് സാവധാനം ഒഴിക്കുക. 2-3 സ്പൂൺ ഒഴിക്കുക. അടിയിലെ ഫ്രൂട്ട്സ് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിക്കുന്നത്.
ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാം. അതിനായി 2 കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിക്കുക. പാല് ചൂടായി കഴിയുമ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് ഇളക്കുക. പാല് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കുക. ഈ ഫ്രൂട്ട്സ് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി നിരത്തി വയ്ക്കുക. അതിനുശേഷം കുറച്ച് ചൈന ഗ്രാസ് ഫ്രൂട്ട്സ് മുങ്ങുന്ന രീതിയിൽ ഒഴിക്കുക. കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലും സെറ്റ് ചെയ്യാം. അതില്ലെങ്കിൽ ചെറിയ ബൗളാണേലും മതി. ഇതാകുമ്പോൾ സെർവ് ചെയ്യാനും എളുപ്പമാണ്. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് വയ്ക്കുക. ഫ്രൂട്ട്സ് എല്ലാം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. അത് പതുക്കെ ഒന്ന് സെറ്റാകുമ്പോൾ അടുത്ത ലെയർ ഫ്രൂട്ട്സ് വെച്ച് ചൈന ഗ്രാസ് ഒഴിച്ച് സെറ്റാക്കാം. നമുക്ക് രണ്ടാമത്തെ ലെയർ ഒഴിക്കാനുള്ളത് കൊണ്ട് കുറച്ച് ചൈന ഗ്രാസ് ഒഴിച്ചാൽ മതി. ചൈന ഗ്രാസ് എടുക്കുമ്പോൾ 1 കപ്പ് ചൈന ഗ്രാസ് രണ്ടാമത്തെ ലെയറിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ള 1 കപ്പ് ചൈന ഗ്രാസ് ചൂടാറിയാൽ ഒന്നുകൂടി അലിയുന്നത് വരെ ചൂടാക്കുക. ചൈന ഗ്രാസ് നല്ല പോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി അത് രണ്ടാമത്തെ ലെയറായ ഇളം ചൂടുള്ള പാലിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഇളക്കുക. പാലിന് ചൂട് കൂടുതലാണെങ്കിൽ ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകും. രണ്ടും കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ആദ്യത്തെ ലെയർ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി സാവധാനം രണ്ടാമത്തെ ലെയർ ആദ്യത്തെ ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. വേഗം ഒഴിച്ചാൽ ഫ്രൂട്ട്സ് പൊങ്ങി വരും. അതുപോലെ തന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്കും രണ്ടാമത്തെ ലെയർ ഒഴിക്കുക.
ചൂടാറിയതിനു ശേഷം ഇത് രണ്ടും ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് സാവധാനം സൈഡൊക്കെ വെടിയിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇതുപോലെ തന്നെ മോൾഡിൽ ഒഴിച്ചതും പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഭംഗിയും അതേപോലെ തന്നെ ടേസ്റ്റുമുള്ള മിറർ കേക്ക് റെഡി. ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവും. ക്രിസ്മസിന് ഞങ്ങളുടെ ഫിഷ് ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു മധുരവും ആവാം. ഫിഷ് ബിരിയാണിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത ബോട്ടിലാണിത്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഹയാസ് വേൾഡിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ല നല്ല റെസിപ്പീസ് പരിചയപ്പെടാൻ അതും കൂടി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക് യു.